ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF മുന്നണി വിപുലീകരണത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളുമായി യോജിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോഴിക്കോടിന്റെ ടൂറിസം വികസനത്തിൽ ഓട്ടോ തൊഴിലാളികൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് LDF-ന്റെ ആദായ നികുതി ഓഫീസ് മാർച്ച്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ ദീപാലങ്കാരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. UDF മുന്നണി വിപുലീകരണത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളുമായി യോജിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവസര സേവകന്മാരുടെ അവസാന അഭയ കേന്ദ്രമായി UDF മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളൂ. ചർച്ചകൾ പൂർത്തിയായിട്ടൊന്നുമില്ല. മുന്നണി സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ ആശയാദർശങ്ങളുമായിട്ട് ഒത്തുപോകുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ ഒരു മുന്നണി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. പിന്നെ എല്ലാവരെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി നോക്കിക്കാണാൻ സാധ്യമല്ല. ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചുകൊണ്ട് സുചിന്തിതമായി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ചർച്ച തുടങ്ങിയിട്ടുള്ളൂ, ചർച്ച അവസാനിച്ചിട്ടില്ല എന്ന കാര്യം. പക്ഷെ എല്ലാവരെയും ഒന്നിച്ചണിനിർത്തിക്കൊണ്ട് പോവുക കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആ അനിവാര്യത കണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനം യഥാസമയത്തെടുക്കും. PV അൻവറിനെ എല്ലാവർക്കും അറിയാം. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയുള്ള ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടു കൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോടിന്റെ ടൂറിസം വികസനത്തിൽ ഓട്ടോ തൊഴിലാളികൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഓട്ടോ തൊഴിലാളികൾക്കുള്ള ആദരവും കലാസന്ധ്യയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സീസൺ 5 മുന്നോടിയായാണ് പരിപാടികൾ നടന്നത്. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായാണ് കലാസന്ധ്യയും ഓട്ടോ തൊഴിലാളികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചത്. പരിപാടി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ കഴിഞ്ഞ 4 സീസണുകളിൽ ഓട്ടോ തൊഴിലാളികളുടെ പിന്തുണയും പരാതികളില്ലാത്ത പ്രവർത്തനവും വളരെ വലുതാണെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഡിസംബർ വെക്കേഷനിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവധിക്കാലത്ത് നഗരത്തിൽ നിന്ന് താമസിക്കുന്ന ഈ ഭക്തി കാണാൻ വേണ്ടിയിട്ടാണ്. അത് വലിയ മാറ്റമാണ്. ആ മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഗുണകരമാണ്. നാടിൻ്റെ വികസനം ഇനി നമുക്ക് നല്ല നിലയിൽ എത്തിപ്പെടുത്തണം. വാട്ടർ ഫെസ്റ്റ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വാട്ടർ ഫെസ്റ്റായി മാറിയിരിക്കുകയാണ്. അത് ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തണം. 4 വർഷം ലോകം മുമ്പാകെ ഈ വാട്ടർ ഫെസ്റ്റിനെ അറിയിക്കാൻ വേണ്ടി കൂടെ നിന്നാൽ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തവരാണ്. നിങ്ങളുടെ ഒരു വീട്ടിലെ ഒരു പരിപാടി പോലെ നേതൃത്വം കൊടുത്തവരാണ്. ബേപ്പൂർ, രാമനാട്ടുകര, ഫറൂഖ്, ചെറുവണ്ണൂർ, കടലുണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെ 150-ലധികം ഓട്ടോ തൊഴിലാളികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി.
പരിപാടിയിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സംഘാടക സമിതി കൺവീനർ രാധാഗോപി, DTPC സെക്രട്ടറി T നിഖിൽദാസ്, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ P സുരേഷ് ബാബു, റഫീഖ് രാമനാട്ടുകര, പ്രസന്നൻ പ്രണവം, P അബ്ദുൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിയിൽ പ്രതിഷേധിച്ച് LDF മാർച്ച് നടത്തി. ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. UPA ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ആ UPA ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുമ്പോ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം കോൺഗ്രസിന് മുമ്പിൽ വെച്ചു. 2 ദിവസം അത് ചർച്ച ചെയ്തു. അങ്ങനെയാണ് കോൺഗ്രസ് ഈ പരിപാടി അംഗീകരിച്ചത്. ആദ്യത്തെ പാർലമെന്റ് യോഗത്തിൽ തന്നെ നടപ്പിലാക്കിയ 2 നിയമങ്ങളാണ്. ഒന്ന്, ഈ രാജ്യത്ത് തൊഴിൽ നേടാനും തൊഴിൽ നൽകാനുമുള്ള അവകാശം സർക്കാരിന് നിക്ഷിപ്തമാണ്. ആ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവർക്ക് ഗ്രാമീണ തൊഴിൽദാന പദ്ധതി എന്ന നിലയിൽ ഈ ഖജനാവിന്റെ പണത്തിനകത്തുനിന്ന് ഒരു ചെറിയ വിഹിതം പണം ചെലവഴിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ പാർട്ടികളുടെ വളരെ ശക്തമായ ആവശ്യത്തിന്റെ പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രം അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. പദ്ധതിയുടെ നായകന്മാരായി പലരെയും കണ്ടിട്ടുണ്ട്, പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ വസ്തുത അതാണ്. ഓരോ കൊല്ലത്തിലും ബഡ്ജറ്റിനകത്ത് പല കാര്യങ്ങൾക്കും പണം വെക്കുമ്പോ ഈ പദ്ധതിക്കകത്തുനിന്ന് പണം വെട്ടിക്കുറച്ച അനുഭവമാണ് BJP ഗവൺമെന്റ്. BJP-ക്കാർ ഈ നാട്ടിലുണ്ട്. ജയൻ പ്രേംഭാസിൻ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി P ഗവാസ്, INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA, EP ദാമോദരൻ, MP സൂര്യനാരായണൻ, TM ജോസഫ്, LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party party. A party party now, ice cream party time. Just come in, taste it, you love it. Milma ice cream, friends and other flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറ സ്ക്വയറിൽ എത്തുന്നവർക്ക് എല്ലാ ദിവസവും ആസ്വദിക്കാവുന്ന തരത്തിൽ മ്യൂസിക് ഫൗണ്ടെയിൻ ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ദീപാലങ്കൃതമായി മാനാഞ്ചിറ. ഇലുമിനേറ്റിംഗ് ജോയ്, സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിൽ വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കുന്ന ലൈറ്റ് ഷോ ജനുവരി 2 വരെ തുടരും. ഉയർന്ന കമാനാകൃതിയിലുള്ള നടപ്പാത സൃഷ്ടിക്കുന്ന ടണൽ ഓഫ് ലൈറ്റ്സ്, ചുവപ്പ്, സ്വർണ്ണ നിറങ്ങളിലുള്ള ദി ജയന്റ് ഡ്രാഗൺ എന്നിവ ലൈറ്റ് ഷോയിലെ മുഖ്യ ആകർഷണങ്ങളാണ്.
ഇൻസ്റ്റലേഷൻ മാതൃകയിലുള്ള ദി ക്രിസ്റ്റൽ ഫോറസ്റ്റ്, വലിയ മരങ്ങളിലെ ദീപാലങ്കാരമായ ദി ഇലുമിനേറ്റഡ് ട്രീ ഏരിയ തുടങ്ങിയവയും മറ്റ് വ്യത്യസ്തങ്ങളായ രൂപങ്ങളും വെളിച്ചത്തിൽ തെളിഞ്ഞു. മാതൃകകൾക്ക് പുറമെ മാനാഞ്ചിറയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളും നടപ്പാതകളുടെ വശങ്ങളുമെല്ലാം ദീപങ്ങളാൽ അലങ്കൃതമാണ്. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പുതുവത്സരാഘോഷത്തിന് മന്ത്രി കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു. പുതുവത്സര സമ്മാനമായി മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് നഗരത്തിന് സമർപ്പിക്കുമെന്നും സഞ്ചാരികൾക്ക് നഗരഹൃദയത്തിലൂടെ സഞ്ചരിക്കാനാവുന്ന രീതിയിൽ കനോലി കനാലിന്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 2026 കോഴിക്കോടിനുള്ള സമ്മാനമായി മാനാഞ്ചിറയെ കുടിവെള്ളം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന നിലവിലുള്ള അവസ്ഥയിൽ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ കൂടി മാനാഞ്ചിറയിൽ ഉണ്ടാകുന്ന പ്രവർത്തനം സർക്കാർ ആരംഭിച്ചു എന്നുള്ള വിവരം പ്രത്യേകം അറിയിക്കുകയാണ്. ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, വാർഡ് കൗൺസിലർ സാറ ജാഫർ, സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ, KTIL ചെയർമാൻ SK സജീഷ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P നിഖിൽ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾ വിപണിയിലെത്തിക്കുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന വിലക്കുറവിലാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര വിപണികളുടെ ഉദ്ഘാടനം മുതലക്കുളം ത്രിവേണി സൂപ്പർ മാർക്കറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ക്രിസ്മസ് പുതുവത്സര വേളയിൽ വിലക്കയറ്റം തടയുകയും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നതിനായാണ് കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര വിപണികൾ ആരംഭിച്ചത്. ജനുവരി 1 വരെയാണ് വിപണികൾ പ്രവർത്തിക്കുക. ജില്ലയിലെ 14 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും വിപണികൾ പ്രവർത്തിക്കും. ജയ, കുറുവ, പച്ചരി, പഞ്ചസാര, ഉഴുന്ന്, ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ എന്നിങ്ങനെ 13 നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ സബ്സിഡിയോടെ ലഭ്യമാക്കും. മറ്റ് ഉൽപ്പന്നങ്ങൾക്കും 10 മുതൽ 40% വരെ വിലക്കുറവുണ്ട്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഓഫറിൽ ലഭ്യമാക്കും. കൺസ്യൂമർ ഫെഡ് നേരിട്ട് വിപണിയിലിറക്കുന്ന തേയില, ആട്ട, മൈദ, റവ, അരിപ്പൊടികൾ, മസാലപ്പൊടികൾ എന്നിവയും ക്രിസ്മസ് പുതുവത്സര കേക്കുകളും വിലക്കുറവിൽ ലഭിക്കും. ഒരു ദിവസം 50 പേർക്കാണ് നിത്യോപയോഗ സാധനങ്ങൾ നൽകുക. തിരക്കൊഴിവാക്കാൻ സമയമെഴുതിയ കൂപ്പൺ നൽകും. റേഷൻ കാർഡ് മുഖേനയാണ് സാധനങ്ങളുടെ വിതരണം. മുതലക്കുളം ത്രിവേണി സൂപ്പർ മാർക്കറ്റ് അങ്കണത്തിൽ കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര വിപണികളുടെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ക്ഷേമ പ്രവർത്തനങ്ങളിൽ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഉത്സവവേളകളിൽ ഇത്തരത്തിലുള്ള ഇടപെടലേറെ മാതൃകാപരമാണ്. ഇവിടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിലാണ് ഈ 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ നൽകുന്നത്. കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ M മെഹബൂബ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് സാറ ജാഫർ അധ്യക്ഷയായിരുന്നു. റീജിയണൽ മാനേജർ PK അനിൽകുമാർ, അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ YM പ്രവീൺ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൂര്യ വിനീഷിന്റെ മനസ്സ് പൂക്കുന്ന നേരം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാലിക്കൽ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി ഇന്ദു മേനോൻ പുസ്തകം പുറത്തിറക്കി. നവാഗത എഴുത്തുകാരി സൂര്യ വിനീഷിന്റെ മനസ്സ് പൂക്കുന്ന നേരം പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി ഇന്ദു മേനോൻ യുവ എഴുത്തുകാരിയായ ജിൻഷ ഗംഗയ്ക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. പുസ്തകം എഴുത്തിലേക്ക് ഒരു വനിതയുടെ പ്രവേശനത്തിന് എക്കാലത്തും വെല്ലുവിളി നേരിടേണ്ടി വരുന്നുവെന്ന് ഇന്ദു മേനോൻ ചടങ്ങിൽ പറഞ്ഞു. അടുപ്പും അലക്കും മറ്റു ഉത്തരവാദിത്തങ്ങളും ഒരു സ്ത്രീയെ എഴുത്തിന്റെ ലോകത്തേക്ക് ചുവടുവെക്കുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുകയാണ്. പുരുഷൻ അവിടെയും പ്രതിസന്ധിയും പരിമിതികളുമില്ല. സ്ത്രീ എഴുത്തിലേക്ക് പ്രവേശിക്കുന്ന എന്നത് പോരാട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. തന്റെ ഭ്രാന്തുകളെല്ലാം അവസാനിപ്പിച്ച് ഒരു സ്വാഭാവിക ജീവിതം ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ പൊടുന്ന ഒരു രാവിലെ താൻ ഈ ഭ്രാന്തിന്റെ ലോകത്തേക്ക് കടന്നു വരികയാണ് എന്ന് മനസ്സും പൂക്കുന്ന നേരം എന്ന പുസ്തകം കൊണ്ട് പ്രഖ്യാപിച്ച എഴുത്തുകാരിക്ക് ഞാൻ ആശംസകൾ പറയണം. കാരണം എന്താ വെച്ചാൽ അതൊരു
അതൊരു പ്രയാസകരമായ ജീവിതമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പുരുഷന്മാർക്ക് അതൊന്നും പ്രശ്നമില്ല, അവർക്ക് 1, 10, 1000 ഒക്കെ പുസ്തകം എഴുതാം. അപ്പം അതുകൊണ്ട് ഒരു എഴുത്തുകാരി എഴുതുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ പോരാടുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നാറ്. മുൻ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസറും കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയുമായ ഡോക്ടർ ഇസ്മയിൽ മരിതേരി പുസ്തക പരിചയം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ വിനേഷ് കുമാർ ആശംസാ പ്രസംഗം നടത്തി. മാധ്യമപ്രവർത്തക ഫസ്ന ഫാത്തിമ സ്വാഗതവും പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത് നന്ദിയും പറഞ്ഞു. സൂര്യ വിനീഷ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അനശ്വര ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങളുമായി കോഴിക്കോട് ടൗൺ ഹാളിൽ ഗാത്താ രഹേ യാദോം കി മെഹഫിൽ എന്ന സംഗീത വിരുന്ന്. നിരഞ്ജനാണ് അവിസ്മരണീയമായ ഗാനങ്ങൾ ആലപിച്ച് സംഗീതാസ്വാദകരുടെ മനം കവർന്നത്. വിട പറഞ്ഞ കോഴിക്കോട് നഗരത്തിലെ വയലിൻ കലാകാരൻ പ്രസാദിന്റെ ഓർമ്മയ്ക്കായി പ്രസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് ഗാത്താ രഹേ യാദോം കി മെഹഫിൽ എന്ന സംഗീത പരിപാടി. നിരഞ്ജൻ എന്ന ഗായകനാണ് കിഷോർ കുമാറിന്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നഗരത്തിലെ സംഗീത സ്നേഹികൾക്ക് അവിസ്മരണീയമായ വിരുന്നു നൽകിയത്. കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരഞ്ജൻ കോഴിക്കോട് സ്വദേശികളായ പ്രകാശ് പൂമംഗലത്ത് ജിഷ ദമ്പതികളുടെ മകനാണ്. ഗായിക സിസിലി അനിൽ, നിരഞ്ജന്റെ അമ്മ ജിഷ, പിതൃസഹോദരി ശ്രീവിദ്യ, സഹോദരി മീര, അധ്യാപിക സുജ സുരേഷ് എന്നിവരും നിരഞ്ജന്റെ കൂടെ ഗാനങ്ങൾ ആലപിച്ചു. പ്രശസ്ത കീബോർഡിസ്റ്റ് സുശാന്തിന്റെ നേതൃത്വത്തിൽ പശ്ചാത്തലമൊരുക്കി. പ്രശസ്ത കീബോർഡിസ്റ്റും കേരള സർക്കാരിന്റെ ഗുരുപൂജ അവാർഡ് ജേതാവുമായ പപ്പൻ കോഴിക്കോട് തിരിതെളിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേശവൻ നമ്പീശൻ അധ്യക്ഷനായി. ആകാശവാണി റിട്ടയർഡ് ആർട്ടിസ്റ്റ് ഗീതാദേവി വാസുദേവൻ, സുനിൽ ഭാസ്കർ, കെ സലാം, നയൻ ജെ ഷാ, നന്ദകുമാർ, അനീസ് ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. നൌഷാദ് അരീക്കോട് ഗാനാവതരണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി വാസുദേവൻ നമ്പീശൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽ AG തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുവണ്ണൂർ കുണ്ടായിത്തോട് ശാന്തി ഭവൻ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ക്രിസ്തുമസ് ആഘോഷം നടത്തി. ശാന്തി ഭവൻ മാനേജിംഗ് ഡയറക്ടർ ബ്രദർ ജോസഫ് ചാരുപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു.
ചെറുവണ്ണൂർ കുണ്ടായിത്തോട് ശാന്തി ഭവൻ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ശാന്തി ഭവനിലെ താമസക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സംഘടനകളും പങ്കെടുത്തു. ശാന്തി ഭവൻ മാനേജിംഗ് ഡയറക്ടർ ബ്രദർ ജോസഫ് ചാരുപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. കുണ്ടായിത്തോട് സെന്റ് ആന്റണീസ് ചർച്ച് വികാരിയും ശാന്തി ഭവൻ അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ ജോൺസൺ ആരശ്ശേരി അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ 45-ാം ഡിവിഷൻ കൗൺസിലർ മുനീർ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശാന്തി ഭവൻ മാനേജർ സിസ്റ്റർ ഡീന സംസാരിച്ചു. കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോൺ മണ്ണാറത്തറ ക്രിസ്തുമസ് സന്ദേശം നൽകി. ശാന്തി ഭവനിലെ താമസക്കാരുടെയും കുണ്ടായിത്തോട് സെന്റ് ആന്റണീസ് പള്ളിയിലെ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചു. ക്രിസ്മസ് സമ്മാനങ്ങളും കൈമാറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഒമാൻ സുൽത്താനറ്റിന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറിന്റെ റിലേഷൻഷിപ്പ് മീറ്റ് കോഴിക്കോട്ട് നടന്നു. ഒമാൻ എയർ കോഴിക്കോട് ഹെഡ് KK നായരെ ചടങ്ങിൽ ആദരിച്ചു. ഒമാൻ എയർ റിലേഷൻഷിപ്പ് മീറ്റിൽ ഇന്ത്യ റീജിയണൽ വൈസ് പ്രസിഡന്റ് VS സുനിൽ അധ്യക്ഷനായി. കോഴിക്കോട് സ്റ്റേഷൻ ഹെഡ് KK നായർ, ഒമാൻ എയർ ഇന്ത്യ സെയിൽസ് മാനേജർ ജയകൃഷ്ണൻ ഭാസ്കർ, കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ, അക്ബർ ട്രാവൽസ് MD ഡോക്ടർ അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ്, ലയൺസ് ക്ലബ്, റോട്ടറി ക്ലബ് ഭാരവാഹികളും കോഴിക്കോട്ടെ വ്യവസായ പ്രമുഖരും സാംസ്കാരിക സാമൂഹിക സിനിമാ പ്രവർത്തകരും പങ്കെടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത ഒമാൻ എയർ കോഴിക്കോട് ഹെഡ് KK നായരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായകരായ കീർത്തന, സൗരവ് എന്നിവർ ഒരുക്കിയ സംഗീത സന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF മുന്നണി വിപുലീകരണത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളുമായി യോജിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോഴിക്കോടിന്റെ ടൂറിസം വികസനത്തിൽ ഓട്ടോ തൊഴിലാളികൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് LDFന്റെ ആദായ നികുതി ഓഫീസ് മാർച്ച്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ ദീപാലങ്കാരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.